ഡാനി ഓൾമോയുടെ അനൗൺസ്മെൻറ്റ് സമയത്ത് പല മീഡിയാസും പറഞ്ഞത് ബാസം 1:1 റൂളിലേക്ക് എത്തിയെന്നായിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ചില റിപ്പോർട്ട്സ് പറയുന്നത് ബാസ പെർഫെക്റ്റ് ആയിട്ട് 1:1 റൂളിലേക്ക് എത്തിയിട്ടില്ല. ബാസക്ക് ഇനിയും കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതായത് നൈക്കിൻ്റെ ഡീലിലെ ലാലിഗ അപ്രൂവൽ ലഭിക്കാനുണ്ട്. എന്നാൽ മാത്രമേ 1:1 റൂളിലേക്ക് ബാസക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലൈൻ ഡേ തീരാൻ ഇനി 2-3 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ലാലിഗയുടെ ആ ഒരു ഗ്രീൻ ലൈറ്റ് ലഭിക്കണം. അപ്പോൾ ലഭിച്ചിട്ടില്ലെങ്കിൽ ബാസക്ക് വേറെ ഡീൽസിൻ്റെ പിന്നാലെ പോകാൻ പ്രോപ്പറായിട്ട് സാധിക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഡീല് നടത്തി രജിസ്ട്രേഷൻ ആ ഇഷ്യൂ എങ്കിൽ ബാസ എങ്ങനെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് പ്ലേയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ നടത്തും. ഇപ്പോൾ ഡാനി ഓൾമോയുടെ രജിസ്ട്രേഷൻ നടത്തി, അതേപോലെ തന്നെ ഇനിഗോ മാർട്ടിനസിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതേപോലെ പുതുതായിട്ട് വരുന്ന ഏത് പ്ലെയറാണോ ആ ഒരു പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ ബാസ എങ്ങനെയെങ്കിലും നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മെയിനായിട്ട് പോയി കഴിഞ്ഞാൽ 1 ഇയർ രജിസ്ട്രേഷൻ ആയിരിക്കും. ഇപ്പോൾ ചീപ്പ് സാലറി വാങ്ങുന്ന പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്താനായിരിക്കും ബാസ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക. അതും ലോൺ ഡീൽ വഴി വരുന്ന പ്ലെയറിൻ്റെ ആണെങ്കിൽ ബാസ കുറച്ചും കൂടി സേഫ് സോണിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളിൽ പോക്കുക എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിലവിൽ ബാസ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ സ്ക്വാഡിൽ തന്നെ കുറേ താരങ്ങൾ ഇഞ്ചൂർഡാണ്. സെൻറ്റർ ബാക്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ മിഡ്ഫീൽഡിലും ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയുന്നത് ബയർ ലെവർകൂസൻ്റെ പ്ലെയർ ആയിട്ടുള്ള ജൊനത്തൻ താ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പിന്നാലെ ബാസ ഇൻട്രസ്റ്റഡ് ആണെന്നാണ്. അതേപോലെ തന്നെ ബയണും ഈ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്ലിക്ക് ആണെങ്കിൽ ഈ ഒരു പ്ലെയറെ ബാസിലേക്ക് എത്തിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ട് പ്ലെയറെ ബാസ മൂവിന് റെഡി ആവുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡീൽ നടത്തണമെങ്കിൽ ബാസ ഏകദേശം 20 മില്യൺ യൂറോസാണ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു തുക നൽകിയിട്ട് പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ ബാസക്ക് നടത്താൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ബോർഡിനുണ്ട് എന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ഒരു ഡീലിന് പിന്നാലെ ബാസയുണ്ട്. ഇപ്പോൾ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ വലിയൊരു മാറ്റം വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡീൽ നടത്താൻ സാധിക്കും. ഇങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്ക് ബേണലും അതേപോലെ തന്നെ പല താരങ്ങളും ഇഞ്ചോർഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബാക്കപ്പ് ആവശ്യമാണ് മിഡ്ഫീൽഡിൽ. ഇപ്പോൾ ചില റൂമേഴ്സൊക്കെ പറയുന്നത് ഇപ്പോൾ ഡെക്കോ പോർച്ചുഗലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നീക്കോ ഗോൺസാലസ് ഡീൽ നടത്താനുള്ള ചാൻസ് കാണുന്നു എന്നൊക്കെയാണ്. അതായത് നീക്കോ ഗോൺസാലസ് കഴിഞ്ഞ സീസണിലാണ് പെർമനൻ്റ് ആയിട്ട് ബാസ വിട്ടിട്ട് ഈ ഒരു പോർട്ടുഗലിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു ഡീലിനകത്ത് റിലീസ് ക്ലോസും ഉണ്ട്, സെലോൺ ക്ലോസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രിഗർ ചെയ്തിട്ട് ബാസ തിരിച്ച് ആ ഒരു താരത്തെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിലാണെന്നൊക്കെ റൂമേഴ്സ് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ബാസ പെർമനൻ്റ് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള ചാൻസൊക്കെയാണ് ഞാൻ കാണുന്നത്. ലോൺ ഡീലാണ് കുറച്ചും കൂടി സേഫ് സോൺ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ചില റൂമേഴ്സ് പറയുന്നത് ബാസ വേറൊരു പ്ലെയറായിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിവർപൂളിലെ പ്ലെയർ ആയിട്ടുള്ള സ്റ്റീഫൻ ബാക്സെറ്റിക് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പിന്നാലെയാണ് ബാസ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡീലിൽ കുറച്ചും കൂടി സേഫ് സോണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഡീൽ വഴി ആ ഒരു പ്ലെയറെ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആ ഒരു ലോൺ ഡീലിലുള്ള ഏക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറെ ഒരു വർഷത്തേക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ബാസ ഏകദേശം 4 മില്യൺ യൂറോസ് ലിവർപൂളിന് കൊടുക്കണം. അപ്പോൾ അത് അത്ര നൈസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പ്ലെയറിന് ചില ഇഞ്ചുറി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന രീതി നോക്കുമ്പോൾ, അതും ലാലിഗയുടെ രജിസ്ട്രേഷൻ ഇഷ്യൂസ് ഒന്നും വരാത്ത രീതി നോക്കുമ്പോൾ ആ ഒരു പ്ലെയർ തന്നെയായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. എന്തായാലും ബാസ ഈ 2 താരങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്നൊക്കെയാണ് റൂമേഴ്സ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം വരും മണിക്കൂറിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ അറിയാൻ സാധിക്കും. അപ്പോൾ ഡെഡ് ലൈൻ ഡേ അടുക്കാനായി എങ്ങനെയാണ് ബാസ ഈ ഡീലും കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല ബാസ ഈ ഒരു ലാലിഗയുടെ അപ്രൂവലൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അതായത് ഈ ഒരു നൈക്കിൻ്റെ ഡീലിൻ്റെ അപ്രൂവലൊക്കെ ലഭിച്ചാൽ മാത്രമേ ഡാനി ഓൾമോയുടെയും ക്രിസ്റ്റൻസൻ്റെയും രജിസ്ട്രേഷൻ പക്കയായിട്ട് നടത്താൻ സാധിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ ഡാനി ഓൾമോയുടെ രജിസ്ട്രേഷനൊക്കെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ അത് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഈ ഒരു നൈക്കിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടണം. എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആകും എന്നൊക്കെയാണ് റൂമേഴ്സ് പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞുകൂടാ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ജേർണലിസ്റ്റ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ജോൺ ലപ്പോർട്ടിനെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു റയോ വാക്കാനയുടെ പ്രസിഡൻ്റായിട്ട് ഏതൊരു ജേർണലിസ്റ്റ്, പേര് ഞാൻ മറന്നുപോയി, എന്തായാലും ഒരു ജേർണലിസ്റ്റ് ഈ ഒരു റയോ വാക്കാനയുടെ പ്രസിഡൻ്റായിട്ട് ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജേർണലിസ്റ്റ് വിചാരിച്ചത് ഈ ഒരു റയോ വാക്കാനയുടെ പ്രസിഡൻറ്റ് ലപ്പോർട്ടയെക്കുറിച്ച് നെഗറ്റീവ് പറയുമെന്നായിരുന്നു. പക്ഷേ വന്ന ആൻസേഴ്സ് ഒക്കെ തന്നെ പോസിറ്റീവ് എന്ന രീതിയിലായിരുന്നു. അതായത് ജോൺ ലപ്പോർട്ട ബാർസിനെ സേഫ് സോണിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ടഫ് സിനാരിയോയിൽ പോലും ഈ ഒരു എസ്ബൈ ബാർസ പ്രൊജക്റ്റ് ഓൺ ആക്കുന്നു. അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും ജേർണലിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായത്. ലാസ്റ്റ് ആ ഒരു ജേർണലിസ്റ്റ്
ആ ഒരു ഇൻ്റർവ്യൂ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുന്നത് ജോൺ ലപ്പോർട്ടയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മീഡിയ അറ്റാക്ക് നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതിലൂടെ നോ കോൺഫിഡൻസ് മോഷന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ബർട്ടോമയുടെ കേസ് എങ്ങനെയാണോ നടത്തിയത് അതേപോലെ. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഈ സീസണിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സീസണിൽ ബാസ സേഫായിട്ട് പോയിട്ടില്ലേ ഉറപ്പ് തരാം നല്ല രീതിയിലുള്ള മീഡിയ അറ്റാക്സ് ലപ്പോർട്ടക്കും വരും, ഫ്ലിക്കിന് വരും. ഫ്ലിക്കിനേക്കാളും കൂടുതൽ വരാൻ വേണ്ടി പോകുന്നത് ലപ്പോർട്ടൊക്കെ ആയിരിക്കും. ലപ്പോർട്ടനെ റിസൈൻ ചെയ്യിപ്പിക്കാനുള്ള മാക്സിമം പ്രഷറും കാര്യങ്ങളും മുന്നോട്ട് വെക്കും. അപ്പോൾ അതെങ്ങനെയാണ് ലപ്പോർട്ട ഫേസ് ചെയ്യാമെന്നതെല്ലാം കണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഫേസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ സീസണിൽ ബാസ എങ്ങനെയെങ്കിലും സേഫ് സോണിലേക്ക് എത്തണം, കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്വാഡ് വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുക എന്നതെല്ലാം കണ്ടുവരേണ്ട ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ലപ്പോർട്ടയുടെ അണ്ടറിൽ സ്പോർട്ടിംഗ് പ്രോജക്റ്റിൽ പല ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഫൈനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബാസ ഒരു ബെറ്റർ സ്റ്റേജിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും ടഫ് പീരീഡിൽ ജോൺ ലപ്പോർട്ട പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എസ്മൈ ബാസ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സീസണിൻ്റെ ഒരു പകുതി മുതൽ നമുക്ക് പുതിയ ക്യാമ്പ് നൗവിൽ നമുക്ക് നല്ല രീതിയിലുള്ള ടേൺ ഓവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ടേൺ ഓവർ കൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അത്യാവശ്യം ആക്റ്റീവ് ആകാനും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സിനാരിയോ എന്ന് പറയുന്നത് വേജ് ബിൽ ഇഷ്യൂസാണ്. അത് ബർട്ടോമേ ബോർഡ് കൊടുത്ത സാലറീൻ്റെ പേരിലുള്ള ഇഷ്യൂസാണ്. അതൊന്ന് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്താൽ തന്നെ പകുതി പ്രശ്നം തീർന്ന്. ഇനി ഇപ്പോൾ പുതുതായിട്ട് സൈൻ ചെയ്ത പ്ലേയേഴ്സിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ബോർഡ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും വഴി യൂസ് ചെയ്തിട്ട് അവർ പുറത്താക്കിയിരിക്കും. എക്സാമ്പിളായിട്ട് ഗുണ്ടാൻ തന്നെയുണ്ട്. ഇപ്പോൾ ലെവൻഡോസ്കിയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്നൊരു പ്ലെയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് ചിലപ്പോൾ ബോർഡ് നടത്തുമായിരുന്നു. ഈ ഒരു ഫ്ലിക്കിൻ്റെ വരവോടുകൂടി അത് മാറിയതായിരിക്കാം. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബോർഡ് ഒരു സാലറി സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡിഫൻഡേഴ്സിന് ഇത്ര സാലറി, മിഡ്ഫീൽഡേഴ്സിന് ഇത്ര സാലറി, അറ്റാക്കേഴ്സിന് ഇത്ര സാലറി. അത് കഴിഞ്ഞ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. റാൻഡായിരുന്നു അവരുടെ സാലറിയും കാര്യങ്ങളും ഉണ്ടായത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പ്രശ്നവും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇനി ഇപ്പോഴത്തെ സ്ക്വാഡിൽ ഇപ്പോൾ ചില താരങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പ്രീവിയസ് ബോർഡ് കൊടുത്ത സാലറിയും കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്. അവർ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാൻ ജോൺ ലപ്പോർട്ടയുടെ ബോർഡ് വട്ടപൂജ എന്നൊരിക്കലും പറയില്ല. പക്ഷേ സ്പോർട്ടിംഗ് വൈസ് അവിടെ ബോർഡ് കുറച്ച് ഷോക്കാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്ര തന്നെ, കുറച്ചല്ല അത്യാവശ്യം ഷോക്കാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഈ ഒരു FFP ഇഷ്യൂസ് ഉണ്ട്, കറക്റ്റ് ടൈമിൽ പണം എത്താത്തതിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ സീസണിലാണെങ്കിൽ നമ്മൾ ലാലിഗ ചാമ്പ്യന്മാരായിട്ടുണ്ടെങ്കിലും ആ ഒരു സാലറി കഴിഞ്ഞ സീസണിൽ ലഭിക്കാത്തതിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഈ സീസണിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.